കടലേശം അത് മൊത്തം ആ കക്ക കിടന്നിട്ട് നമ്മൾ കക്ക ഇടാൻ ഇതായിട്ടോ. ഞാൻ സ്റ്റൗ നോക്കിയിട്ട് പാത്രത്തിലോട്ട് ചിന്ന പാത്രം കേട്ടോ. ആ പാത്രത്തിൽ നിന്ന് കട്ടിലാൻ പോകാൻ എല്ലാം നമ്മുടെ കക്ക ഫുള്ള് റെഡി ആയിട്ടുണ്ടോ. ഈ വെള്ളം ഞാൻ കളയും. ചിലവരെ ഈ വെള്ളം എടുത്ത് രസം കൊടുക്കും കേട്ടോ. നമ്മളെ തന്നെ കഴിവാണ്. പുഴുങ്ങി വെച്ചിരിക്കുന്ന കക്കയാണ്. ഇതിനകത്ത് ഓടിയിൽ നിന്ന് കക്ക വേർതിരിച്ചെടുക്കുകയാണ്. നമുക്ക് കക്ക റോസ്റ്റിന് ആവശ്യമായ സാധനങ്ങൾ: വെളുത്തുള്ളി, പച്ചമുളക്, സവാള, തക്കാളി, കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടുതലിട്ടാലെന്ന് വെച്ചാൽ ഒത്തിരി കൂടുതലാവലും ഒരു ഏകദേശം ഒരു ഇത്രയൊക്കെ മതി. അപ്പോൾ ഇതെല്ലാം അരിയാം. കക്ക എല്ലാം ഞങ്ങൾ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കക്ക എല്ലാം ഫ്രഷായിട്ട് നല്ല വൃത്തിക്ക് കഴുകി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുവാണ്. Aku boleh. ഏകദേശം ആ ഒരു നല്ല രീതിയിലെല്ലാം പച്ചക്കറിയെല്ലാം നല്ല രീതിയിൽ ആ മസാലയ്ക്കകത്ത് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ മസാല ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല മണമുണ്ട് ഗൈസ്. നമുക്ക് ഈ കക്കയും കൂടി ഒന്ന് വേണം വേണ്ടി കുറച്ച് വെള്ളം, കുറച്ച് ചീരിലോട്ട് കുഴപ്പമില്ല. നമുക്ക് ഗ്രേവി വേണമെങ്കിൽ ഇച്ചിരി നല്ല വെള്ളം കഴിക്കണം. ഇനി അഥവാ ഇത് വെന്ത് കഴിഞ്ഞിട്ട് കക്ക വെന്ത് കഴിഞ്ഞിട്ട് മസാലയൊക്കെ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് നേരം ഇതിനകത്തിരുന്ന് വേവട്ടെ. ആവിയിലിരുന്ന് നമ്മളെ കക്ക ഗൈസ്, നമ്മളെ കക്കക്കറി തിളയ്ക്കുന്നുണ്ട്. കക്ക ഒരുവിധം വേവിയൊക്കെ ചെയ്യും കേട്ടോ. നമ്മളെ കക്ക റോസ്റ്റ് കേട്ടോ. റോസ്റ്റ് ശരിയായിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യാം. തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യുമ്പം ഇച്ചിരി കൂടി ടേസ്റ്റ് കൂടും.
ഞാൻ തേങ്ങ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. തേങ്ങ ഇടുവാണെങ്കിൽ തേങ്ങ കൊത്തിടണമേ, പീസാക്കി. അപ്പോൾ ഗൈസ് നമ്മളെ കക്കക്കറി ശരിയായിട്ടുണ്ട്. ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ നേരത്തെ മുതലേ ഒരാൾ ഭയങ്കര കൊതിയായിട്ട് നിൽപ്പുണ്ട്. അവർക്ക് വേണ്ടിയാണ് വാങ്ങിച്ചത്. ഞങ്ങളൊരു അര കവർ മുക്കത്തോറുണ്ടായിരുന്നു 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം കേട്ടോ. പക്ഷേ നമ്മൾ എല്ലാം വേവിച്ചും എല്ലാം കഴിഞ്ഞ് വരുമ്പം ഒന്നും കാണത്തില്ല. അപ്പോൾ നമുക്ക് കുഞ്ഞാട്ടിയിൽ ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പറായിട്ടുണ്ട്, ചൂടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പം ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പ്ലീസ് ഒന്ന് ചെയ്യണേ. അപ്പം